ഏറെ ഗുരുതരമായ ലൈംഗിക അപവാദ ആരോപണങ്ങളും അനുബന്ധമായ തെളിവുകളും ഉയർന്നു വന്നിട്ടു. കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടായിട്ടു. രാഹുൽ മാങ്കൂട്ടം എന്ന ആരോപണ വിധേയനായ യുവ MLA-ക്ക് പൊതുസമൂഹത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിലെ അണികൾക്കിടയിൽ നിന്നും അനുഭാവികൾക്കിടയിൽ നിന്നും കിട്ടുന്ന സ്വീകാര്യതയും അയാൾക്ക് ലഭിക്കുന്ന പിന്തുണയും രാഷ്ട്രീയ വൃത്തങ്ങളെ അപ്പാടെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയോ പരാതിക്കാരിയോ നിലവിലില്ലാത്ത സാഹചര്യം, രാഹുലിനെ ഏതെങ്കിലും വിധത്തിൽ കേസിൽ കുടുക്കി കൽത്തുറങ്കിൽ അടയ്ക്കുവാൻ വേണ്ടി പിണറായി സർക്കാർ സ്വീകരിച്ചു വരുന്ന സമീപനങ്ങളുമാണ്. ഏറ്റവും ഒടുവിലായി ഇവരുടെ ഈ വിശ്വാസങ്ങൾക്ക് കരുത്തു പകരുന്നത് ക്രൈംബ്രാഞ്ചിന്റെ രാഹുലിനെതിരായ അന്വേഷണ സംഘത്തിൽ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ ഉൾപ്പെടുത്തിയതും അവർ ഇരയെന്ന് പറയുന്ന പെൺകുട്ടിയുമായി ഫോണിൽ സംസാരിച്ച് മൊഴി തേടുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതുമായ വാർത്തകളാണ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ പോലും അണികളും പൊതുസമൂഹവും വെറുതെ വിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാഹുലിനെ പടക്കളത്തിൽ വെച്ച് പിന്നിൽ നിന്ന് കുത്തിയ സേനാധിപനായിട്ടാണ് VD സതീശനെ പലപ്പോഴും ഉപമിക്കുന്നത്. തനിക്കെതിരെ ഈ വിഷയത്തിൽ കടുത്ത സൈബർ ആക്രമണം കോൺഗ്രസ് അനുകൂല കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് അണികൾ ഇത്തരത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുവാനും നേതൃത്വത്തെ എതിർക്കുവാനുമുള്ള യഥാർത്ഥ കാരണം എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ വിശകലനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അണികളെ പ്രകോപിതരാക്കുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ സമാന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇതിലും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരെ ആ പാർട്ടികൾ സംരക്ഷിക്കുന്ന വിധവും രാഹുലിനോട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച സമീപനവും തമ്മിൽ നടത്തുന്ന താരതമ്യം തന്നെയാണ്. അതിനാൽ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗുരുതരമായ സ്ത്രീപീഡന ആരോപണങ്ങൾ നേരിട്ടിട്ടും പാർട്ടിയിലും ഭരണത്തിലും നിർണായക പദവികൾ നൽകി CPM സംരക്ഷിക്കുന്ന നേതാക്കളെ കുറിച്ചാണ്. ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ എന്ന് പറയുന്നത് 2016-ലും 2021-ലും നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് CPM-ന്റെ ജനപ്രതിനിധിയായി MLA-ആയി മാറിയ പ്രശസ്ത സിനിമാ നടൻ മുകേഷാണ്. മുകേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 2 വട്ടം വിവാഹിതനായതാണ്. 2 വിവാഹങ്ങളും വിവാഹമോചനത്തിലാണ് കലാശിച്ചിട്ടുള്ളത്. മുകേഷിന്റെ സ്വഭാവ ലൈംഗിക വൈകൃത്യങ്ങളെക്കുറിച്ച് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളതിൽ പ്രധാനി മുകേഷിന്റെ ആദ്യ ഭാര്യയായ സരിത തന്നെയാണ്. താൻ ഗർഭിണിയായിരുന്നപ്പോൾ തൻ്റെ വയറ്റിൽ ചവിട്ടി വീഴ്ത്താൻ മുകേഷ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതുൾപ്പെടെ മുകേഷ് താനൊരു ഭാര്യയാണെന്ന് പോലും പരിഗണിക്കാതെ തൻ്റെ മുന്നിൽ വെച്ച് പോലും പരസ്ത്രീ സംസർഗത്തിന് മടി കാണിച്ചിട്ടില്ല എന്ന വെളിപ്പെടുത്തൽ വരെ സരിതയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുകേഷിന്റെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ 2ാം ഭാര്യയും പിന്നീട് വിവാഹമോചിതയുമായ പ്രശസ്ത നർത്തകി മേതിൽ ദേവികയും പലവട്ടം തുറന്നു പറച്ചിലുകളും നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ പെട്ട മുകേഷ് ഒരു പീഡന കേസിലും പ്രതിയായിട്ടുണ്ട്. ഒരു നടി നടത്തിയ വെളിപ്പെടുത്തലുകളുടെയും അവർ നൽകിയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മുകേഷ് കൂടി ഭാഗമായ CPM നേതൃത്വം നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പോലീസ് അറസ്റ്റ് ചെയ്യാതെ ഒരു സൗജന്യം നൽകിയതുകൊണ്ട് മാത്രമാണ് മുകേഷിന് ഹൈക്കോടതിയെ സമീപിക്കുവാനും മുൻകൂർ ജാമ്യം നേടുവാനും അറസ്റ്റ് ഒഴിവാക്കി ഇന്നും സമൂഹത്തിലും നിയമസഭയിലും വിലസി നടക്കുവാനും സാധിച്ചിട്ടുള്ളത്. ഈ പട്ടികയിലെ പ്രമുഖനായ മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിയാണ്. P. ശശിയെ സംബന്ധിച്ച് അദ്ദേഹം ഇതിനു മുമ്പ് EK നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. CPM ഭരണകാലത്ത് പ്രമുഖനായ ഒരു അധികാര കേന്ദ്രം കൂടിയായിരുന്നു P. ശശി. എന്നാൽ 2011-ൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ P. ശശിക്കെതിരെ പാർട്ടി പ്രവർത്തകരുൾപ്പെടെ ലൈംഗിക അപവാദങ്ങളും പീഡന ആരോപണങ്ങളും ഉന്നയിച്ചതോടുകൂടിയാണ് ശശി പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. എന്നാൽ പുറത്തായി ഒരു പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴേക്കും സർവശക്തനായി CPM സംസ്ഥാന സമിതിയിലേക്ക് തിരികെ എത്തുന്ന P. ശശിയെയാണ് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളത്. പാർട്ടിക്കുള്ളിലേക്ക് CPM സംസ്ഥാന സമിതി അംഗമായി തിരികെ എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P. ശശിക്ക് നിയമനം ലഭിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന രാഷ്ട്രീയ വെളിപ്പെടുത്തലുകൾ ശരിയാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന പ്രധാന അധികാര കേന്ദ്രം P. ശശി എന്ന നേതാവ് തന്നെയാണ്. P. ശശിയുടെ നിയമനത്തിനെതിരെ പോലും CPM-നുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുവാനുള്ള ശേഷി അതൃപ്തിയുള്ള നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഇല്ലാത്തതിനാൽ ശശി ഇപ്പോഴും സ്വച്ഛന്ത വിഹാരം നടത്തിക്കൊണ്ട് കേരളത്തിന്റെ ഭരണചക്രം നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ പട്ടികയിലെ മറ്റൊരു മിന്നും താരം എന്ന് പറയുന്നത് 1ാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയും ഇപ്പോൾ കഴക്കൂട്ടം MLA-യുമായ കടകംപള്ളി സുരേന്ദ്രനാണ്. രാഷ്ട്രീയ എതിരാളികൾ ഇദ്ദേഹത്തെ പരിഹസിച്ചു പറയുന്നത് നാട്ടിലെ വെടിപ്പുരയ്ക്കെല്ലാം തീ കൊളുത്തുന്ന MLA ആണെന്നാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും പിണറായി വിജയന്റെ പോലീസ് അതിനെക്കുറിച്ച് കാര്യമായ ഒരന്വേഷണവും നടത്തിയിട്ടില്ല, കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.
കടകംപള്ളി സുരേന്ദ്രൻ ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ മറ്റൊരു യുവതിയുമായി നടത്തുന്ന സ്വകാര്യ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖകളും പുറത്തു വന്നിട്ടും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുവാനോ അദ്ദേഹത്തെ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാനോ CPM തയ്യാറായിട്ടുമില്ല. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ 2 ടേം മാനദണ്ഡത്തിൽ നിന്ന് ഒഴിവ് നൽകിക്കൊണ്ട് നിയമസഭയിലേക്ക് CPM വീണ്ടും മത്സരിക്കുവാൻ അവസരം കൊടുക്കാനിരിക്കുന്ന നേതാക്കളിലെ 1ാം പേരുകാരനാണ് കടകംപള്ളി എന്ന വസ്തുതയാണ്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രമുഖ താരം ഇപ്പോൾ ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ മണ്ഡലത്തിൽ വികസനം ഉറപ്പുവരുത്തുന്നതിലും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലും വളരെ പ്രഗത്ഭനാണ് KB ഗണേഷ് കുമാർ. ഗതാഗത മന്ത്രി എന്ന നിലയിൽ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള മന്ത്രിയായും ഗണേഷ് കുമാർ വിലയിരുത്തപ്പെടുന്നുണ്ട്. പൊതുസമൂഹത്തിനിടയിലും ഗണേഷ് കുമാറിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ സ്ത്രീ വിഷയത്തിൽ ഗണേഷ് കുമാറിനെ കുറിച്ച് നിരവധി അനവധിയായ ആരോപണങ്ങൾ സമൂഹത്തിൽ ഇന്നും സജീവമാണ്. ഗണേഷിനെ കുറിച്ച് ഏറ്റവും ഗുരുതരമായ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിരുന്ന ഡോക്ടർ യാമിനി തങ്കച്ചിയാണ്. ഇതുകൂടാതെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരിക്കെ ഒരു അവിഹിത ബന്ധത്തെ തുടർന്ന് ഒരു യുവതിയുടെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലെത്തി ഗണേശിനെ തല്ലി പരിക്കേൽപ്പിച്ചതും പരിക്കേറ്റിരിക്കുന്ന ഗണേശിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്ത സംഭവവും ഗണേശിന്റെ ഈ വിഷയത്തിലുള്ള പോരായ്മകൾ വ്യക്തമാക്കുന്നതാണ്. ഇതിലെല്ലാം വലുതാണ് സോളാർ വിവാദ നായികയിൽ ഗണേഷ് കുമാറിന് ഒരു കുട്ടിയുണ്ട് എന്ന ആരോപണം. എന്നാൽ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും CPM ഗണേഷ് കുമാറിന് സ്ഥാനാർത്ഥിത്വം നൽകുവാനോ മന്ത്രിസഭാ സ്ഥാനം നൽകുവാനോ ഒരിക്കലും വിമുഖത കാട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇത് മാത്രമല്ല, CPMനും CPMന്റെ ട്രേഡ് യൂണിയനുകൾക്കുമെതിരെ ഗണേഷ് നടത്തുന്ന പരസ്യ പ്രസ്താവനകൾക്കെതിരെ പോലും CPM അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ CPM നേതൃത്വത്തിന്റെ മാനസപുത്രനായിട്ടാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് KB ഗണേഷ് കുമാർ വിലയിരുത്തപ്പെടുന്നത്. CPMന്റെ മുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ കുറിച്ച് ഏറ്റവും അപമാനകരവും അവഹേളനപരവും അശ്ലീലം കലർന്നതുമായ പ്രസംഗം കൂടി നടത്തി കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള KB ഗണേഷ് കുമാറിനാണ് ഇപ്പോൾ പിണറായി വിജയൻ പാർട്ടിയിൽ സർവാധികാരിയായിരിക്കുമ്പോൾ ഇത്തരമൊരു സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിലായി ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നുള്ളൊരു CPM MLA ആണ്. ഇദ്ദേഹത്തെ പാർട്ടിയുടെ വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് അവരുടെ ഭർത്താവ് കയ്യോടെ പിടികൂടിയെന്നും തൊഴിച്ചു വീഴ്ത്തിയെന്നുമെല്ലാമുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ സജീവമാകുകയാണ്. ഏതൊക്കെയാണെങ്കിലും താനല്ല ആ MLA എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ സജീവമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വിവാദ പുരുഷന്മാരെയെല്ലാം സംരക്ഷിക്കുന്ന CPMനെ ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്നുള്ളത് പാർട്ടി അണികൾക്കിടയിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് VD സതീശനെ പോലുള്ള നേതാക്കൾ ഇത് അംഗീകരിച്ചേ മതിയാകൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും പ്രതികൂലമായ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ട് പോലും ഭരണപക്ഷം ഇപ്പോഴും അത് ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ പോലും CPMന്റെ ഈ മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷമായ ഒരു കടന്നാക്രമണം നടത്തുവാൻ കോൺഗ്രസ് നേതാക്കൾ മുതിരുന്നില്ല എന്നതും അണികളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. രാഹുലിനെതിരെ നേതൃത്വം നടപടിയെടുത്തത് അമിതാവേശം മൂലമായിരുന്നു എന്നും ചിലരുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണെന്നുമുള്ള വികാരം അണികൾ പങ്കുവെക്കുമ്പോൾ രാഹുലിനെ പൂർണ്ണമായും ഒരു ക്ലോസ്ഡ് ചാപ്റ്ററായി എഴുതി തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അണികളും പ്രവർത്തകരുമെല്ലാം തുറന്നു കാട്ടുന്നത് കോൺഗ്രസിന്റെ ആദർശാത്മക രാഷ്ട്രീയമല്ല, നേരെ മറിച്ച് CPMന്റെയും BJPയുടെയും കടന്നാക്രമിക്കുന്ന ശൈലിയും വസ്തുതകൾ തേടിപ്പോകാതെ തന്നെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന്റെ പരമാവധി രാഷ്ട്രീയ അഡ്വാൻറ്റേജ് എടുക്കുവാനുള്ള അക്രമോത്സുകതയുമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ അഭികാമ്യമായ ശൈലി എന്നാണ്. ആ ശൈലിയുടെ പ്രയോക്താവായതുകൊണ്ട് തന്നെയായിരിക്കണം അവർ ഇത്രമാത്രം രാഹുലിനെ പിന്തുണയ്ക്കുന്നതും അയാൾക്ക് പിന്നിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അടിയുറച്ചു നിൽക്കുന്നതും. ഏതൊക്കെയാണെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശൈലി മാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഓരോ ദിവസവും ശക്തി പ്രാപിക്കുകയാണ്. അത് കേട്ടില്ല എന്ന് നടിച്ചു മുന്നോട്ട് പോയാൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അനിവാര്യമായ ഒരു 3ാം തുടർ പരാജയം കൂടിയായിരിക്കും എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.